മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി 1 രൂപ പോലും നൽകിയില്ലെന്ന വാർത്ത കല്ലുവെച്ച നുണ. ദുരന്തമുണ്ടായത് മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം നൽകുന്നു എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കേന്ദ്രം 1 രൂപ പോലും നൽകാത്തത് ചർച്ചയാകുമ്പോഴാണ് നുണപ്രചാരണവുമായി ചില മാധ്യമങ്ങൾ രംഗത്തെത്തിയത്. രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ. എന്നാൽ 1 രൂപയുടെ സഹായം പോലും കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയില്ല. വയനാട്ടിലെ ദുരന്തബാധിതരുടെ സഹായത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി പേരാണ് സംഭാവന നൽകുന്നത്. ഈ തുക കൂടി ഉപയോഗപ്പെടുത്തിയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേരളം നടത്തുന്നത്. എന്നാൽ CMDRF-ൽ നിന്ന് 1 രൂപ പോലും ദുരിതബാധിതർക്ക് നൽകിയില്ല എന്നാണ് ചില മാധ്യമങ്ങൾ നടത്തുന്ന നുണപ്രചാരണം. സത്യം അതല്ല. ദുരന്തമുണ്ടായതിന് പിന്നാലെ 1032 കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5000 രൂപ വീതം അടിയന്തര സഹായമായി 51,60,000 രൂപ ചെലവഴിച്ചു. 33 കിടപ്പ് രോഗികൾക്ക് 300 രൂപ വീതം 30 ദിവസത്തേക്ക് 2,97,000 രൂപ ചെലവഴിച്ചു. മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് നൽകിയ 6 ലക്ഷം രൂപയിൽ 1,90,000 രൂപ CMDRF-ൽ നിന്നാണ്. ഗുരുതരമായി പരിക്കേറ്റവരുടെ ചികിത്സയ്ക്ക് 17 ലക്ഷം രൂപ CMDRF-ൽ നിന്ന് നൽകി. പരിക്കേറ്റവർക്ക് മാത്രമായി 21,51,200 രൂപ ചിലവഴിച്ചു. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ 17,40,000 രൂപയാണ് ചിലവഴിച്ചത്. വാടക ഇനത്തിൽ സെപ്റ്റംബർ മാസത്തിൽ 813 കുടുംബങ്ങൾക്കായി 28,57,800 രൂപയും ഒക്ടോബറിൽ 773 കുടുംബങ്ങൾക്ക് 46,19,000 രൂപയും നൽകി. ഇതിനു പുറമെ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് നേരിട്ടും അല്ലാതെയും വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ കേരളം ചെലവഴിച്ചത്. ഇതെല്ലാം മറച്ചുവെച്ചാണ് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുള്ള നുണപ്രചാരണം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.